ജാതിക്ക കൃഷി കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതൽ വരുമാനം നേടാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ് ജാതി കൃഷി എന്ന് പറയുന്നത്. അതായത് ജാതിക്ക. സുഗന്ധ വ്യഞ്ജനങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ജാതിക്ക ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല ആവശ്യകതയുണ്ട്. ജാതിക്കയുടെ പ്രത്യേകത, ജാതിക്ക ഒരു നിത്യഹരിത വൃക്ഷമാണ്. ജാതിക്കയും ജാതിപത്രിയും ഒരേ പഴത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. രണ്ടിലും നല്ല വിപണി വിലയും ഉണ്ട്. ഇപ്പൊ നല്ല വിലയാണ് ജാതിക്കയ്ക്കൊക്കെ. ജാതിപത്രിക്കും നല്ല വിലയാണ്. ഇത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് അനുയോജ്യം. അതുപോലെ തന്നെ മഴക്കാലത്തിന് തുടക്കത്തിൽ തൈകൾ നട്ടാൽ അത് നമുക്ക് നല്ലതാണ്. മികച്ച രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഏകദേശം 8 മുതൽ 10 മീറ്റർ വരെയാണ് ഇത് അകലം പാലിച്ച്, അങ്ങനെയുള്ള അകലം പാലിച്ച് വെച്ചാൽ നല്ലതാണ്. കാര്യം വളരുന്ന ഒരു വൃക്ഷമല്ലേ, പന്തലിക്കുന്ന വൃക്ഷമാണ്. ശിഖരങ്ങളൊക്കെ ധാരാളമുണ്ട്. ആദ്യ വർഷങ്ങളിൽ ഇതിന് ആവശ്യത്തിന് ജലസേചനം ഒക്കെ നമ്മൾ നൽകേണ്ടതാണ്. ജൈവവളങ്ങളും ചാണകവളവും കമ്പോസ്റ്റും ഒക്കെ ഇതിന് നല്ലതാണ്. അതിൻ്റെ രോഗബാധയുള്ള കൊമ്പുകൾ നമുക്ക് സമയത്ത് മുറിച്ച് മാറ്റുക തന്നെ ചെയ്യണം. സാധാരണയായിട്ട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് കായ്ക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ അല്ലാതെയും കായ്ക്കുന്ന ജാതിയൊക്കെ ഉണ്ടല്ലോ. പഴം പാകമാകുമ്പോൾ സ്വയം തന്നെ പൊട്ടി ജാതിപത്രി പുറത്തേക്ക് കാണുകയും തുടർന്ന് ജാതിക്കയും ജാതിപത്രിയും വേർതിരിച്ച് നമുക്ക് അത് ഉണക്കി വിൽക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയും വലിയ കഷ്ടപ്പാടില്ലാതെ നമുക്ക് കൃഷി ചെയ്ത് ജാതി കൃഷി നമുക്ക് ക്ഷമയോടെ പരിപാലിച്ചാൽ, ഈ ജാതിയെ പരിപാലിച്ചാൽ വർഷങ്ങളോളം നല്ല വരുമാനം നമ്മൾക്ക് കിട്ടുന്ന ഒരു കൃഷിയാണ് ജാതിക്ക. വീട്ടുവളപ്പിലും കൃഷി സ്ഥലങ്ങളിലും ഒക്കെ ഇത് നമുക്ക് നന്നായിട്ട് വളരുന്നതാണ്. വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല, പക്ഷേ നമുക്ക് നല്ല വിളവും ലഭിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ജാതി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. മണ്ണ് നോക്കി, നീർവാർച്ചയുള്ള മണ്ണ് നോക്കി നമ്മൾ നടണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് വർഷങ്ങളോളം വിളവ് നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പഴത്തിൽ നിന്ന് 2 വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത്. അകത്തുള്ള ജാതിക്കയും അതിനെ പൊതിഞ്ഞിരിക്കുന്ന ചുവന്ന ജാതിപത്രി. ജാതിപത്രിയും കടിനെ വേർതിരിച്ച് വെച്ചാൽ എന്ത് രസമാണ് കാണാനല്ലേ. അത് ഉണങ്ങി വെക്കണമെന്നേ ഉള്ളൂ ജാതിക്കയും ജാതിപത്രിയും. ഇപ്പം നല്ല വിലയാണ്. തൈകൾ നട്ടതിന് ശേഷം കൃത്യമായ പരിപാലനവും വളവും നൽകിയാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ മരം പാകമാകുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങുകയും അതുപോലെ പഴം പാകമാകുമ്പോൾ സ്വയം പൊട്ടി ജാതിപത്രി പുറത്തേക്ക് വരികയും തുടർന്ന് ജാതിക്കയും ജാതിപത്രിയും നമുക്ക് വേർതിരിച്ച് ഉണങ്ങി വിപണിയിൽ എത്തിക്കാവുന്നതാണ്. ജാതിക്കയ്ക്ക് നല്ലൊരു ഔഷധ ഗുണം കൂടെയുണ്ട്. ഇത് ഔഷധ ഗുണം ഉള്ളതും കൂടെയാണ് ഈ ജാതിക്ക. നമ്മുടെ അടുക്കളയിലെ ഒരു ചെറിയ സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക എങ്കിലും വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് എന്നുള്ളതാണ്. ജാതിക്ക ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജാതിക്ക. നേരത്തെ തൊട്ട് നമ്മുടെ വീടുകളിലൊക്കെ ജാതി കൃഷി ഉണ്ടല്ലോ. വയറുവേദനയ്ക്ക് നല്ലതാണ്, നല്ല ഉറക്കം ലഭിക്കാൻ നല്ലതാണ്. അതുപോലെ ഇത് ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഉപയോഗിക്കുക. ജാതിക്കയിൽ ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ ദന്ത സംരക്ഷണത്തിനും ഈ ഉൽപ്പന്നം നല്ലതാണ് ജാതിക്ക. വായനാറ്റം കുറയ്ക്കാനും വായയുടെ ശുചിത്വം നിലനിർത്താനും ഇത് സഹായിക്കുന്നു എന്ന് തന്നെയാണ്. ജാതിക്കയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ പരമ്പരാഗതമായ ശരീരവേദനയും സന്ധിവേദനയും കുറയ്ക്കാനായിട്ട് ഇത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ജാതിക്ക ഒരിക്കലും അമിതമായി കഴിക്കരുത്. കൂടുതലായി കഴിച്ചാൽ നമുക്ക് തലകറക്കം, ഛർദി, ഹൃദയമിടിപ്പ് എന്നിവയൊക്കെ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക. നമ്മൾ കുറച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അത് ശരിയായ അളവിൽ ഉപയോഗിച്ചാൽ ജാതിക്ക രുചിയും സുഗന്ധവും നൽകുന്ന ഒരു മികച്ച സുഗന്ധ വ്യഞ്ജനം കൂടിയാണ്. ഈ ജാതിക്ക മരം സാധാരണയായിട്ട് 10 മുതൽ 20